ഭഗവാനെ, കൃഷ്ണ, എന്താ ഈ കേൾക്കുന്നേ? കൊല്ലുക? നന്മ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണോ ഇത്? കരുണയും ദയയും കാണിക്കുന്നവരെ ഭഗവാൻ കാത്തുരക്ഷിക്കുമെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. ജാനറ്റിന്റെ ജീവൻ അപകടത്തിലാണെന്നേ ഞാൻ അമ്മയോട് പറഞ്ഞുള്ളൂ. എവിടെ അവളുള്ളതെന്ന് പറഞ്ഞാ എനിക്ക് അവളെ രക്ഷിക്കാൻ സാധിക്കും. എവിടെയാണെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? അല്ലെങ്കിലും ആ കൊച്ചിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നതാ ശരി. എവിടെന്നോ വന്നു. എന്റെ കണ്ണ് നിറയുമ്പോഴൊക്കെ കണ്ണീരൊപ്പി അമ്മയെന്ന് വിളിച്ചു. അമ്മയെ വിഷമിപ്പിക്കാനല്ല ഞാൻ ഇതൊക്കെ ചോദിച്ചത്. ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു അപകടം ഉണ്ടാവാതെ നോക്കേണ്ടത് അമ്മയുടെ കടമയല്ലേ? അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. ഞാനും എന്റെ മോനും ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ആ കൊച്ചിന്റെ കാരുണ്യം കൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എന്നേ മണ്ണിനടിയിലായേനെ. അമ്മയ്ക്ക് ജാനറ്റിനോട് അത്രയും സ്നേഹമുണ്ടല്ലോ. അപ്പൊ പറയ്, ജാനറ്റ് എവിടെയുണ്ട്? സത്യമായും എനിക്കറിയില്ല മോളെ. അതെന്താ അറിയാത്തത്? ഈടെയെങ്ങും മോനെ കാണാൻ ജാനറ്റ് വന്നില്ലേ? ഒരാഴ്ചക്ക് മുമ്പ് വീട്ടിൽ വന്നിരുന്നു. എനിക്കും മോനും കുറെ തുണിയും പലഹാരമായിട്ടാ വന്നത്. ഒരുപാട് നേരം വർത്താനം പറഞ്ഞിരിക്കുകയും ചെയ്തു. പോകാൻ നേരം കുറെ കാശും തന്നു. എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ലേ? അതൊന്നും ഞാൻ ചോദിക്കാറില്ല മോളെ. അങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഏത് വഴിക്ക് പോകുമ്പോഴും ആപത്തൊന്നും വരുതെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അതല്ലേ നമുക്ക് കഴിയൂ. അമ്മ എന്നോട് കള്ളം പറയാ. ജാനറ്റ് എവിടെയുണ്ടെന്ന് അമ്മയ്ക്കറിയാം. ഇതെന്നെ ചോദ്യാ മോളെ? ഒരുമാതിരി പോലീസുകാർ ചോദിക്കുന്ന പോലെ. ഞാനും ആ കൊച്ചും വല്ല കള്ളത്തരവും ചെയ്തിട്ടുണ്ടോ? ജാനറ്റ് അമ്മയുടെ വീട്ടിലുണ്ടോ? ഇല്ല. ഞാനിത് വിശ്വസിക്കില്ല. അമ്മ നുണ പറയാ. ഞാനെന്തിനാ നുണ പറയുന്നത്? അതും ആ കൊച്ചിനെ കുറിച്ച്. അമ്മേ, ജാനറ്റ് വലിയൊരു അപകടത്തിന്റെ വക്കില. ഏത് നിമിഷം അപകടത്തിൽ പെടാം. അവൾ എവിടെയുണ്ടെന്ന് അമ്മ പറഞ്ഞാ എനിക്ക് അവളെ രക്ഷിക്കാൻ സാധിക്കും. മോളെ പറയുന്നതൊക്കെ വിഷമിപ്പിക്കുന്ന വർത്താനങ്ങളാ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് മോളെ, ജാനറ്റിനെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഒരപകടത്തിലും ചെന്ന് വീഴത്തുമില്ല. നല്ലത് ചെയ്യുന്നവരെ ഈശ്വരൻ കാത്തു സൂക്ഷിക്കും. ഈ ലോകത്തിനൊരു സത്യമുണ്ട്. അതുള്ളത് കൊണ്ടാ ഈ ലോകം ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്.